എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൊല്ലം സിറാജ്. എൻ്റെ കൊച്ചു കൊച്ചു മിമിക്രി, പിന്നെ ചെറിയ ചെറിയ തമാശകൾ, പിന്നെ അനുഭവങ്ങൾ, ഇതൊക്കെ നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന ആഗ്രഹത്തോടെയും ലക്ഷ്യത്തോടും കൂടിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടായേ പറ്റൂ. അതെങ്ങനെയൊക്കെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇന്ന് ഞാനൊരു അനുഭവമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഒരു അനുഭവമാണ്. അതായത് എന്നെപ്പോലുള്ള ഏത് സ്റ്റേജ് കലാകാരൻ്റെയും ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് സിനിമയാണ്. അപ്പം ഞാനും കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് വലിയ സിനിമാ നടനൊന്നും ആയിട്ടില്ല, അത് നിങ്ങൾക്കറിയാം. പക്ഷെ പട്ടാഭിഷേകം എന്ന സിനിമയിൽ എനിക്ക് കിട്ടിയ റോള് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷമായിരുന്നു. പട്ടാഭിഷേകത്തിലെ ബാർബർ കേശവൻ, അനിൽ ബാബു സംവിധാനം ചെയ്ത ജയറാം നായകനായി അഭിനയിച്ച പട്ടാഭിഷേകം എന്ന സിനിമയിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്നൊരു വേഷമാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഈ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് കഴിഞ്ഞതൊരു വലിയ ഭാഗ്യമാണ്. പക്ഷേ ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന് ഒരു വലിയ തടസ്സം എനിക്കുണ്ടായി. തടസ്സമെന്ന് പറയാൻ പാടില്ല, തടസ്സമെന്ന് പറഞ്ഞു പോകുന്നതാണ്. പക്ഷെ തടസ്സം എന്ന് പറയാം, കാര്യം പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് ഒരു തടസ്സം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒരു പ്രോഗ്രാം വേണ്ടെന്ന് വെച്ചിട്ടാണ്, പോകാതെയാണ്, കള്ളം പറഞ്ഞിട്ടാണ് ഞാൻ ഈ പട്ടാഭിഷേകം സിനിമയുടെ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുന്നത്. അതായത് നാളെ രാവിലെ വെളുപ്പിനാണ് ഷൂട്ടിങ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് രാജു നെല്ലിമോട് എന്നെ വിളിക്കുന്നത്. പട്ടാഭിഷേകം ലൊക്കേഷനിൽ വിളിക്കുകയാണ്, ഒരു വേഷമുണ്ട്, രാത്രി തന്നെ എത്തണം, വെളുപ്പിനാണ് ഷൂട്ടിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അന്നെനിക്ക് കൊല്ലം അശ്വതി ഭാവന എന്ന ട്രൂപ്പിലെ മുഖ്യ കലാകാരനാണ് ഞാൻ. കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി സാറിൻ്റെ അശ്വതി ഭാവന എന്ന ട്രൂപ്പിലാണ്. അപ്പോൾ അന്ന് കല്ലുവാതുക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രോഗ്രാം. അപ്പോൾ അന്ന് പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ രാത്രി 12 മണിയൊക്കെ കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞ് പിന്നെ ഈ ഒറ്റപ്പാലത്ത് എങ്ങനെ എത്തും, രാത്രി തന്നെ എത്താൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള ആവലാതിയാണ്. കാര്യം 25 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം. അപ്പോൾ അന്നൊന്നും ഇന്നത്തെ അത്ര ഒരു സുലഭമായ ഒരു യാത്രാ സൗകര്യമില്ല, ട്രെയിൻ സർവീസ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ആലോചിച്ച് ഞാൻ എന്തായാലും വിളിച്ചു. രാജു നെല്ലിമോട് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ശരി, വരാം. അപ്പോൾ ഒരു നമ്പർ എഴുതിയെടുത്തോ? ശരി, എഴുതിയെടുത്തു. അപ്പോൾ ഒറ്റപ്പാലത്ത് ഇറങ്ങിയിട്ട് വിളിക്കുക, രാത്രി തന്നെ എത്തണം, വരുമല്ലോ? വരാം എന്നൊക്കെ അങ്ങ് പറഞ്ഞു. കാര്യം ബാക്കി കാര്യം പിന്നെയല്ലേ പറഞ്ഞു. അപ്പോൾ ഞാനിന്നിട്ട് എൻ്റെ ഭാര്യയുമായി ഡിസ്കസ് ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ഫൈസി ജഹാൻ എന്നാണ് പേര്. ഫൈസി എന്ന് ചുരുക്ക പേര് വിളിക്കും. ആണുങ്ങൾക്കുമുള്ള പേരാണ് ഫൈസി. ഉസ്താദ് ഹോട്ടലിൽ ദുൽഖർ സൽമാൻ്റെ പേര് ഫൈസി എന്നാണ്. ഫൈസി അപ്പോൾ വൈഫ് പറഞ്ഞ്, ഒരു കാര്യം ചെയ്യിക്ക, സിനിമയ്ക്ക് പോകും, സിനിമ ഷൂട്ടിങ്ങിന് പോകും, പ്രോഗ്രാം നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ ആലോചിച്ച് എന്ത് ചെയ്യാനാണെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നിയിട്ട് ഞാൻ ലാൻഡ് ഫോണിൽ കൃഷ്ണൻകുട്ടി സാറിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു, ഓഫീസിലേക്ക് വിളിച്ചു. അപ്പോൾ വീട് തന്നെയാണ് ഓഫീസ്. വിളിച്ചിട്ട് ഞാൻ, ഹലോ കൃഷ്ണൻകുട്ടി സാറല്ലേ? സാറേ, ഞാൻ സിറാജ. പിന്നെ ഞാൻ ഒറ്റപ്പാലത്താ, എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ വിടുന്നില്ല. ഇപ്പോൾ ഷൂട്ടിംഗ് ഉണ്ട്, ഇന്നും ഉണ്ട്, നാളെയൊക്കെ ഷൂട്ടിംഗ് ഉണ്ട്. ഇന്ന് നേരത്തെ തന്നെ എന്നെ വിടാമെന്നൊക്കെ പറഞ്ഞിട്ടാണ്, അപ്പോൾ ഇന്നലെ എന്നെ വിടാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ അഭിനയിക്കാൻ ചെന്നത്. പക്ഷേ എന്നെ വിടുന്നില്ല സാറേ, എനിക്കിന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പ്രോഗ്രാം. ഞാനിവിടെ ഷൂട്ടിങ്ങിന് ഒറ്റപ്പാലത്ത് അകപ്പെട്ടു പോയി. വെക്കട്ടെ സാറേ? ഫോൺ വെച്ചു. ആശ്വാസമായി, കാര്യം പറഞ്ഞു. ഉടനെ തന്നെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ട്രൂപ്പിൻ്റെ വണ്ടി അതുവഴി വരും. ഞാനിപ്പോൾ കൊല്ലത്ത് താലൂക്ക് ഓഫീസിനടുത്തൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇപ്പോഴും വാടകയ്ക്ക് തന്നെയാണ്. അപ്പോൾ അവർ ട്രൂപ്പിൻ്റെ വണ്ടി എങ്ങാണ്ട് വരുന്ന സമയം 4 മണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ നേരത്തെ എങ്ങാണ്ട് വണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ പോയി ബസ് കയറി തൃശ്ശൂർ ഇറങ്ങി അവിടെ നേരെ ഒറ്റപ്പാലത്ത് പോയി. അങ്ങനെയാണ് ഈ പട്ടാഭിഷേകം എന്ന സിനിമയിൽ
ആ നല്ല വേഷത്തിൽ ഒരു 3 സീനിൽ ഞാൻ അതിൽ പല സ്ഥലത്തായതുകൊണ്ട് ആ സീനുകൾ പല സ്ഥലത്തായതുകൊണ്ട് ആ സിനിമയിൽ ത്രൂ ഔട്ട് വേഷം ചെയ്ത ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഏതായാലും അങ്ങനെയാണ് പട്ടാഭിഷേകം എന്ന സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയത്. അത് വലിയ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.